നമ്മെക്കുറിച്ച് സകലതും അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം മിക്കപ്പോഴും തന്നെ കേൾക്കുന്നത്, നമുക്കറിവുള്ളത്, നാം എക്സ്പീരിയൻസ് ചെയ്തത്, ഇവയെല്ലാമാണ് സംസാരിക്കാറ്. എന്നാൽ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വസിക്കുന്നത് സംസാരിക്കുവാനാണ്. അതിന് കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. പ്രത്യേകാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ മകനായി മാറിയ ഓരോ വ്യക്തിയുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൃഷ്ടിക്കുവാൻ പോലും കഴിവുള്ളതാ. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം നമ്മിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ വളരെ ശക്തിയുള്ളതാ. അത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വസിക്കുന്നത് സംസാരിക്കണമെന്ന. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നത് സംസാരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവപൈതലേ, നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ കണ്ട് ഭാരപ്പെട്ട് പിറുപിറുത്ത് വിഷയത്തിന്റെ വലുപ്പത്തെ വർണ്ണിക്കുന്നതിന് പകരം കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ശക്തിയെ വർണ്ണിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഡോക്ടറിന്റെ റിപ്പോർട്ട് ഉണ്ടാകാം, ഒരുപക്ഷെ അത് ശരിയുമായിരിക്കാം. എന്നിരുന്നാലും യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമെന്ന ദൈവത്തിന്റെ വചനം നീ വിശ്വസിക്കുന്നെങ്കിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും. രോഗം അനുഭവിക്കുമ്പോ ഈ രോഗം എന്നെയും കൊണ്ടേ പോകൂ എന്ന് പറയുന്നതിന് പകരം യേശുവിന്റെ നാമത്തിൽ രോഗമേ എന്റെ ശരീരം വിട്ട് പുറത്തു പോ എന്ന് പറയുവാനുള്ള അധികാരം പ്രിയ ദൈവപൈതലേ നിങ്ങൾക്കുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം അതാ പറയുന്നത്. അപ്പോസ്തലൻ തന്നെ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ തൊട്ടുമുകളിലുള്ള ചില വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എന്താ അതിന്റെ അർത്ഥം? കഷ്ടമില്ല എന്നല്ല, എത്ര വലിയ കഷ്ടമുണ്ടെങ്കിലും ആ കഷ്ടങ്ങളുടെ നടുവിലും അതിശയകരമായി വഴി നടത്തുവാൻ കഴിയുന്ന യേശുവിന്റെ സാന്നിധ്യം ഞങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം. പ്രിയ ദൈവപൈതലേ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ എടുക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോ പൗലോസ് പറയുന്നത് പോലെ നാം ഇടുങ്ങിയിരിക്കുന്നവരായിട്ടല്ല, യേശുവിൽ വിശാലതയിലേക്ക് നടത്തപ്പെടുന്നവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. ബുദ്ധിമുട്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. അതിന്റെ നടുവിൽ നിരാശപ്പെടുന്നവരായിട്ടല്ല. അപ്പോസ്തലൻ പറയുന്നത് പോലെ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്ന് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. അതെങ്ങനെ പറയുവാൻ കഴിയും? കൂടെയുള്ളവൻ ആരെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കത് പറയുവാൻ കഴിയും. ലോകപ്രകാരം എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴും കൈവിടാത്ത നാഥന്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് പോലെ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആരൊക്കെ ഉപദ്രവിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു നാഥൻ കൂടെയുണ്ട് എന്നൊരു ധൈര്യമുള്ളത് കൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് എതിരെ നിൽക്കുകയല്ല, ഉപദ്രവമേൽക്കുമ്പോഴും ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു യേശു എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് ജീവിതയാത്രയിൽ വിജയം കാണുവാൻ നമ്മെ സഹായിക്കുന്നത്. നശിച്ചു, വീണു, ഇനി ഒരിക്കലും തിരിച്ചു വരവില്ല എന്ന് പറയുമ്പോഴും ഇവിടെയുള്ള അപ്പോസ്തലന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അതെ, മുമ്പിലുള്ള സാഹചര്യങ്ങൾ സകലതും അസാധ്യമാ, ഇമ്പോസിബിളാ. എങ്കിലും ആ സാധ്യതയോ കടന്നുപോകുന്ന വിഷയത്തിന്റെയോ വലിപ്പത്തെ വർണ്ണിക്കുന്ന ഒരു അപ്പോസ്തലനെ നമുക്ക് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല. മറിച്ച് ഏത് വിഷയത്തിന്റെ നടുവിലും അതിശയകരമായി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന അപ്പോസ്തലനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രിയ ദൈവപൈതലേ, നാമും അതാ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. നമ്മുടെ വാ കൊണ്ട് കാണുന്നതിനെ കുറിച്ച് പറയുകയില്ല, മറിച്ച് വിശ്വസിക്കുന്നത് പറയാൻ തുടങ്ങണം. നാം കേട്ടത്, നാം അനുഭവിക്കുന്നത് അതിന് വിപരീതമായി പറയുക എന്നത് ഒരുപക്ഷെ അസാധ്യമായിരിക്കാം. എങ്കിലും നമ്മോട് കൂടെയുള്ളവനെ, നമ്മെ വില കൊടുത്തു വാങ്ങിയവനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, അവന്റെ ശക്തിയെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, നാം അടങ്ങിയിരിക്കുകയില്ല. പ്രിയ ദൈവപൈതലേ, നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷന്റെ വലിപ്പം വർണ്ണിക്കുന്ന പരിപാടി ഇന്നൊന്ന് നിർത്തണം. എന്നിട്ട് കൂടെയുള്ള യേശുവിന്റെ വലുപ്പം വർണ്ണിക്കാൻ തുടങ്ങണം. ഒത്തിരി അസാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ആ അസാധ്യതകളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ഓർക്കണം. ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ ഒരുക്കുന്ന
നയിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നാം കേൾക്കേണ്ടത് ആവശ്യമാണ്. നാം കേൾക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മെ വഴി നടത്തും. മക്കൾ പിതാവിന്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. സകല വിധത്തിലും കഷ്ടമാണെങ്കിലും ഇടുങ്ങിയിരിക്കുവാൻ പ്രിയ ദൈവവൈദ്യരെ നിങ്ങൾ തയ്യാറാകരുത്. എത്ര വലിയ ബുദ്ധിമുട്ട് കടന്നു വന്നാലും നിരാശപ്പെടരുതെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന അറിയിക്കുകയാണ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഈ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് നിങ്ങളായിരിക്കുന്ന ദേശം കാണും. ഒന്ന് വിശ്വസിച്ചാട്ട്, യേശു കൊണ്ട് കൂടെ. തകർക്കുവാൻ വരുന്ന ശത്രുവിന്റെ വലിപ്പം കണ്ട് ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ വലിപ്പം ഒന്ന് കണ്ട് സന്തോഷിക്ക്. നിങ്ങളെ ഈ ദൈവം കൈവിടുകയില്ല. മാത്രമല്ല, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും ഈ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് കഴിയാതിരുന്നത് കാൽവരി ക്രൂശിലെ യാഗത്താൽ ദൈവം നമുക്ക് തന്നുവെങ്കിൽ, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്നു മുതൽ ഈ യേശുവിൽ ഒന്ന് വിശ്വസിക്കണം. ഈ യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ഒന്ന് വിശ്വസിക്കണം. ദൈവവചനത്തിൽ ഒന്ന് വിശ്വസിക്കണം. എന്നിട്ട് വാഗ്ദത്തമായി ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവവചനം വായിൽ പറയാൻ തുടങ്ങണം. അടിപ്പിണരാൽ രോഗസൗഖ്യം എന്ന ദൈവവചനം ഉള്ളത് കൊണ്ട് എന്റെ ശരീരത്തിൽ രോഗമേ നിനക്ക് സ്ഥാനമില്ല എന്ന് നിങ്ങൾ വാഗൊണ്ട് പറയാൻ തുടങ്ങണം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, യേശുവിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മോട് സംസാരിക്കുവാൻ മതിയായവനാ. നിങ്ങളെ നശിപ്പിക്കണമെന്ന്, തലമുറയെ ഇല്ലാതാക്കണമെന്ന് ശത്രു ശ്രമിക്കുമ്പോ, അവൻ അതിന് കരുക്കൾ കൂട്ടുമ്പോ അത് കണ്ട് ഭയപ്പെട്ട് ഭാരത്തിലാകുവാനല്ല പ്രിയ ദൈവപൈതലെ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് യേശു എന്റെ കൂടെയുണ്ട്, യേശുവിന്റെ നാമത്തിൽ കൈയെടുക്കാൻ പറയണം പിശാചിനോട്. യെസ്, ദൈവം അത് ആഗ്രഹിക്കുന്നത്. ഭയപ്പെടുത്തുവാൻ, ഭീരുവാക്കുവാൻ, നശിപ്പിക്കുവാൻ കടന്നു വരുന്ന ശത്രുവിനോട് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. ശത്രുവിനെ പരസ്യ കോലമാക്കിയ കാൽവരി ക്രൂശിലെ ജയം യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടേതാ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പുറത്തു വരും തീർച്ച. ഇന്നു മുതൽ നാം വിശ്വസിക്കുന്നതാകട്ടെ നാം സംസാരിക്കുന്നത്. ഈ യേശുവിൽ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. ഈ ദിവസങ്ങളിൽ കാണുന്ന വിഷയത്തിന്റെ വലുപ്പം വർണ്ണിക്കുന്നതിലുപരി കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങൾ വാഗൊണ്ട് പറവാൻ, വിശ്വസിക്കുന്നത് വാഗൊണ്ട് പറവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. യേശു കാണിച്ചു തന്ന മാതൃക പോലെ കാറ്റും തിരമാലയും പടകിനെ മുക്കിക്കളയാൻ നോക്കുമ്പോ അത് കണ്ട് ഭയപ്പെട്ട് മാറത്തടിച്ച് നിലവിളിക്കുകയല്ല, എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുവാൻ പ്രിയ ദൈവത്തിലെ ഇന്ന് ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ്. യേശു നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു അനുഗ്രഹമാകും തീർച്ച. ധൈര്യമായിരിക്കെ, യേശു കൊണ്ട് കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.